നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടിമാലിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. മുൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഷേർലി ജോസഫ് കോൺഗ്രസ് ഭാരവാഹിത്വം രാജിവെച്ചു. കോൺഗ്രസിൽ പുരുഷാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന് ഷേർലി ജോസഫ്. മഹിളാ കോൺഗ്രസിന് പ്രാതിനിധ്യം നൽകുവാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നും വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നണികൾ. കൊടുംചൂടിലും ആത്മവിശ്വാസം കെടാതെ സ്ഥാനാർത്ഥികൾ. ജില്ലയിലെ പല കേന്ദ്രങ്ങളിലും ഇക്കുറി പോരാട്ടം കടുക്കും. ജില്ലയ്ക്ക് ഇന്നലെ ആശ്വാസദിനം. ഇന്നലെ 49 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 30 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 17 പേരുടെ രോഗ ഉറവിടം വ്യക്തമില്ല. 2 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 137 പേർക്ക് രോഗവിമുക്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. മൂന്നാർ മേഖലയിൽ വീണ്ടും കാട്ടാനാക്രമണം. പെരിയവര ചോലമല എസ്റ്റേറ്റിൽ ഓട്ടോറിക്ഷ കാട്ടാന അടിച്ചു തകർത്തു. കാർഷിക വിളകൾക്കും വ്യാപക നാശം. തോട്ടം തൊഴിൽ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചിട്ടും വനം വകുപ്പ് യാതൊരു പരിഹാര നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. പാരിസ്ഥിതിക പ്രശ്നം. ചിത്തിരപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണം നിലച്ചു. ആശുപത്രി കെട്ടിടം നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിച്ചില്ല. ഭൂമിക്ക് ഉറപ്പില്ലാത്തതിനാൽ കെട്ടിട നിർമ്മാണം സുരക്ഷിതമല്ലെന്ന് പരിശോധനാ റിപ്പോർട്ട്. സേനാപതിയിൽ സർക്കാർ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 14 നാൾ. അടിമാലിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. മുൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഷേർലി ജോസഫ് കോൺഗ്രസ് ഭാരവാഹിത്വം രാജിവെച്ചു. കോൺഗ്രസിൽ പുരുഷാധിപത്യമാണ് നിലനിൽക്കുന്നത്. മഹിളാ കോൺഗ്രസിന് പ്രാതിനിധ്യം നൽകുവാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നും ഷേർലി ജോസഫ് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ പുരുഷാധിപത്യമാണ് നിലനിൽക്കുന്നത്. സ്ത്രീകൾക്ക് യാതൊരുവിധ പരിഗണനയും അവിടെ ലഭിക്കുന്നില്ല. പല സ്ത്രീകളോടും നിങ്ങളാണ് സ്ഥാനാർത്ഥികൾ എന്ന് പറയുകയും അവർ പോസ്റ്ററും ഫ്ലെക്സും എല്ലാം അടിച്ച് വാട്സാപ്പ് വഴിയെല്ലാം അവരുടെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അവസാന നിമിഷത്തിൽ അവരല്ല സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നമുക്കെല്ലാം ഊഹിക്കാവുന്നതാണ്. അങ്ങനെ അടിമാലി മണ്ഡലത്തിൽ തന്നെ 3-4 സ്ത്രീകൾ ഫ്ലെക്സ് അടിച്ചിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ അവരല്ല സ്ഥാനാർത്ഥികൾ എന്ന് പറയുകയുണ്ടായി. ഈ പുരുഷ ആധിപത്യം കാരണം മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകർക്കോ നേതാക്കൾക്കോ യാതൊരുവിധ സീറ്റും കിട്ടിയിട്ടില്ല. അവരോടൊരു അഭിപ്രായം പോലും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ വാർഡിലേക്ക് നിങ്ങൾക്ക് ആരെയാണ് സജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പോലും നമ്മളോട് ഒരാളും ചോദിച്ചിട്ടില്ല. നിർണയ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളോടൊരു അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല. വെറുതെ കൊടി പിടിക്കാനും സമരങ്ങൾക്ക് മുൻപിൽ നിൽക്കാനും മാത്രമായിട്ട് മഹിളാ കോൺഗ്രസ്സുകാരെ ഉപയോഗിക്കുന്ന അത്തരത്തിൽ ഇവർ സമരത്തിന് മാത്രം വേണ്ടിയുള്ള ആളുകളാണ്. അല്ലാതെ പ്രവർത്തനത്തിന് നടക്കാനല്ലാതെ നേതൃസ്ഥാനത്തേക്കോ അതല്ലെങ്കിൽ നല്ല ഒരു അവസരം വരുമ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയാണ് സ്ഥാനാർത്ഥികളായി നേതാക്കന്മാർ പരിഗണിക്കുന്നത്. അതിൽ ശക്തമായ അമർഷവും പ്രതിഷേധവും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി എനിക്കുള്ളതുകൊണ്ട് ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് എൻ്റെ സ്ത്രീകളെ സംരക്ഷിക്കാൻ പറ്റാത്തതിനാലാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക സ്ഥാനം മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള എൻ്റെ ഔദ്യോഗിക സ്ഥാനം രാജിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇടുക്കിയിൽ നമ്മുടെ സംസ്കാര സാഹിതിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ആ സ്ഥാനവും ഈ അവസരത്തിൽ രാജിവെക്കുകയാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 81 സ്ഥാനാർത്ഥികൾ ഇത്തവണ ജനവിധി തേടുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ചൂരക്കുളം അപ്പർ ഡിവിഷൻ 19-ാം വാർഡിലാണ്. 8 സ്ഥാനാർത്ഥികളാണ് വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായ വള്ളക്കടവ് 11-ാം വാർഡിൽ കഴിഞ്ഞ തവണ LDF ആണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ LDF റിട്ടയർഡ് അധ്യാപികയായ സ്ഥാനാർത്ഥിയായ ഷീല കൊളുത്തുങ്കലിനെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൂട്ടാകുമെന്ന വിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി. LDF ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായിട്ട് അക്കാദമികവും ഭൗതികവുമായ സൗകര്യങ്ങളുടെ ഉയർച്ചയ്ക്കായി 5 കോടി രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വാങ്ങിച്ചെടുത്ത് അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണികൾ പൂർത്തിയാകുന്നതുവരെ ഞാൻ സ്കൂളിലുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ വാർഡിലേക്കും വളരെ എന്നും ജനങ്ങൾ ഓർത്തു നിൽക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനം നടത്താൻ സാധ്യമാകുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം.
അതിനായി എല്ലാവരുടെയും സഹായവും സഹകരണവും ഞാൻ തേടുകയാണ്. അതേസമയം കോൺഗ്രസ് വാർഡായ 11ാം വാർഡ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് പ്രവർത്തകയായ ബിന്ദു ജോസഫിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് വികസന മുരടിപ്പാണ് ഈ വാർഡിൽ ഉണ്ടായിരിക്കുന്നത്. എന്നെ ഈ വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തതിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാനിപ്പം ഇതിലേക്ക് പ്രവർത്തിച്ചു വരുന്നത്. ഇതോടൊപ്പം BJPയുടെ ശക്തമായ വേരോട്ടമുള്ള പ്രദേശമായതിനാൽ മാറി മാറി വരുന്ന ഭരണമുന്നണിയിൽ നിന്നും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രദേശം മാറി ചിന്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി റീന മുരളി. വർഷങ്ങളായിട്ട് 2 മുന്നണി ഇടതും വലുതും ഭരിക്കുന്നുണ്ട്. അവർ ഓരോ സംഭവങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കാനുള്ള അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ജനങ്ങൾ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ പ്രാവശ്യം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതുകൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി BDJS ഭാരവാഹി വിജയകുമാരിയും കളം പിടിക്കാൻ തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ ഇത്തവണ മത്സരം കടുക്കും. 3 മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. നിലവിൽ UDFന്റെ കൈകളിലായിരുന്നു ഡിവിഷന്റെ ഭരണം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളും കുമിളി ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡും പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡുകളുമാണ് ഉൾപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം UDFന്റെ കൈകളിലായിരുന്ന വണ്ടിപ്പെരിയാർ ഡിവിഷൻ ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് LDF. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന SP രാജേന്ദ്രനാണ് LDF സ്ഥാനാർത്ഥി. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന മെമ്പർമാർക്ക് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊരു തുടർച്ചയെന്നോണം ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പുതിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രദേശത്തെ ജനങ്ങളോട് ഓട്ടഭ്യർത്ഥിക്കുന്നത്. ഈ വണ്ടിപ്പെരിയാർ ഡിവിഷൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗ്രാമ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേസമയം UDF മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് മുതിർന്ന നേതാവും മുൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗവും കൂടിയായ PR അയ്യപ്പനെയാണ്. கடந்த 5 வருட காலமாக ஜில்லா பஞ்சாயத்தில் போதுமான அளவுக்கு வளர்ச்சிப் பணிகள் வண்டிப்பெரியார் டிவிஷனில் நடைபெறவில்லை என்பது இங்கே உள்ள பொதுமக்களுக்கு எல்லாருக்கும் தெரியும். என்னை வெற்றி பெறச் செய்தால் இங்கே வண்டிப்பெரியார் டிவிஷனில் ஆவசியத்துக்கு இப்போ நான் வண்டிப்பெரியார் கிராம பஞ்சாயத்து துணைத் தலைவராக இருந்து என்னமெல்லாம் செய்தனோ அதை விட கூடுதல் ஜில்லா பஞ்சாயத்து மெம்பராக வந்தால் நான் அதை செய்வேன் என்று எல்லா பொதுமக்களாகிய அனைத்து மக்களுக்கும் ഉറുതിയോടെ കൂറുകയാണ്. ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷൻ യുവതലമുറയ്ക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് BJP. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന അനൂപ് വള്ളക്കടവിനെയാണ് BJP ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. 2 മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് വികസന നേട്ടങ്ങൾ അവർക്ക് എടുത്തു പറയുവാനുണ്ട് എന്ന് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വേണം ഈ പ്രാവശ്യം വോട്ട് ചെയ്യുക. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനോപകാരപ്രദമായ പല പദ്ധതികളും നമ്മുടെ ഈ ഡിവിഷനിലും നമ്മുടെ ഈ പഞ്ചായത്തിലും ഈ പീരുമേട് താലൂക്കിൽ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ജനങ്ങളിൽ എത്തിക്കാതെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇരു മുന്നണികളും പല പദ്ധതികളും മുക്കിവെച്ചിരിക്കുകയാണ്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ശക്തരായതിനാൽ ഇത്തവണത്തെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിലെ മത്സരം കടുക്കും. LDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. സേനാപതി പഞ്ചായത്ത് 13ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ ആതിര ലിജോയുടെ പോസ്റ്ററുകളാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. സേനാപതി ഗ്രാമപഞ്ചായത്തിൽ 13ാം വാർഡിൽ നിന്നും LDF പാനലിൽ മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥി ആതിര ലിജോയുടെ പോസ്റ്ററുകളാണ് സാമൂഹ്യവിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. വിവിധ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ഒന്നിച്ച് പതിച്ചിരുന്നെങ്കിലും ആതിരയുടെ പോസ്റ്ററുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. LDF വിരോധമാണ് പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതിന് കാരണമെന്നും സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും CPI ശാന്തമ്പാറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി KC ആലീസ് ആവശ്യപ്പെട്ടു. സേനാപതി ഗ്രാമപഞ്ചായത്തിൽ 13ാം വാർഡ് സ്ഥാനാർത്ഥിയായ സഖാവ് ആതിര ലിജോയുടെ പോസ്റ്റർ ഇന്നലെ രാത്രിയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ വലിച്ചു കീറി കളഞ്ഞു.
ഞങ്ങൾ പോലും പിന്നെ ഡോൺമഞ്ചോല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ CI വിളിച്ച് പറഞ്ഞു അദ്ദേഹം ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട്. ആദ്യപടി എന്ന നിലയ്ക്ക് എല്ലാവരെയും താക്കീത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം, ഈ നാട്ടിൽ ഏതൊരു വ്യക്തിക്കും തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ, നീചമായ പ്രവൃത്തികൾ മറ്റാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും അത് അംഗീകരിക്കുവാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള സംഭവത്തെ നേരിടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം കടുത്ത ചൂടിൽ എത്തിയതോടെ വിവിധ മേഖലകളിൽ പോസ്റ്റർ നശിപ്പിക്കൽ വിവാദവും ഉയരുന്നുണ്ട്. രാജാക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ പോസ്റ്ററുകളും നശിപ്പിച്ചു. NRCT മേഖലയിൽ LDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിയതായും പരാതി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. അടിക്കടി ഉണ്ടാവുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ മലയോര മേഖലയിൽ കൃഷിക്കൊപ്പം തെരഞ്ഞെടുപ്പ് രംഗത്തും തിരിച്ചടിയാവുകയാണ്. പകൽ സമയം ചൂടിൻ്റെ കാഠിന്യമേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. എങ്കിലും മുന്നണി സ്ഥാനാർത്ഥികൾ സജീവമായി പ്രചാരണ രംഗത്ത് തളരാതെയുണ്ട്. ഉച്ചകഴിഞ്ഞുള്ള സമയത്താണ് വീടുകൾ തോറുമുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കായി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കൂടുതലായി ഇറങ്ങുന്നത്. ഉച്ചസമയങ്ങളിൽ അവലോകന യോഗങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. തോട്ടം മേഖലയിൽ കാൽനടയായാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും എത്തുന്നത്. പ്രചാരണ നോട്ടീസും ചെറിയ ഫ്ലക്സുകളുമായാണ് പ്രവർത്തകർ വെയിലിൽ നിന്ന് രക്ഷ നേടാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നത്. രാജകുമാരി, രാജാക്കാട്, ശാന്തമ്പാറ, സേനാപതി എന്നീ തോട്ടം മേഖലകളിൽ വീടുകൾ തോറും എത്തിപ്പെടണമെങ്കിൽ കാൽനട യാത്ര മാത്രമേ സാധ്യമാവുകയുള്ളൂ. വെള്ളം നിറച്ച കുപ്പികൾ എത്രയെണ്ണം കൊണ്ടുപോയാലും തികയുന്നില്ലെന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറിയ പൊതുപ്രവർത്തകർക്ക് കനത്ത ചൂടിനെയും തൃണവൽക്കരിക്കാനുള്ള കരുത്തുണ്ടെന്നാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രകടമാക്കുന്നത്. ഹൈറേഞ്ചിൽ യഥാസമയം ലഭിക്കേണ്ട തുലാമഴയുടെ കുറവും ചൂടിന് കാരണമാണ്. പ്രളയശേഷം ഹൈറേഞ്ചിലെ കാലാവസ്ഥ തകിടം മറിഞ്ഞ സ്ഥിതിയിലാണ്. വിളകളും കൃഷിരീതികളും കാലാവസ്ഥാ വ്യതിയാനത്തിൽ മാറ്റം വന്നത് കാർഷിക മേഖലയ്ക്കും തിരിച്ചടി സൃഷ്ടിക്കുന്നുണ്ട്. ശക്തമായ ചൂടിലും മലകളും പുഴകളും കടന്ന് വിജയലക്ഷ്യം മുന്നിൽ കണ്ട് വാടാതെ പ്രചരണ രംഗത്ത് പായുകയാണ് സ്ഥാനാർത്ഥികൾ. ഇലക്ഷൻ ഡെസ്ക്, മീഡിയനെറ്റ്. രണ്ട് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ജില്ലയിൽ ഇന്നലെ 49 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 30 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 17 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം പടുതാക്കുളത്തിൽ വീണ് മരിച്ച ഇരട്ടയാർ തുളസിപ്പാറ സ്വദേശിനിയായ 1 വയസ്സുകാരിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 137 പേരാണ് രോഗവിമുക്തി നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സൽജി എട്ടുതോപ്പ് ചേരുന്നു. സൽജി, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ജില്ലയിൽ 49 പേർക്ക് കൂടി കോവിഡ്-19 പോസിറ്റീവായി. 30 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 17 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 10,467 ഉയർന്നു. 2 ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ 49 പേർക്കാണ് ഇന്നലെ കോവിഡ്-19 പോസിറ്റീവായത്. 8,161 പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട്. 2,286 പേരാണ് ഇപ്പോൾ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത് സൽജി എട്ടുതോപ്പ്. മൂന്നാർ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം രൂക്ഷമാവുന്നു. പെരിയവാര ചോലമല എസ്റ്റേറ്റിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കാട്ടാന അടിച്ചു തകർത്തു. സമീപത്തുണ്ടായിരുന്ന കൃഷിവിളകളും കാട്ടാന വ്യാപകമായി നശിപ്പിച്ചു. കഴിഞ്ഞ രാത്രി 1:30 കാട്ടാന പെരിയവാര എസ്റ്റേറ്റിലെ ചോലമല ഡിവിഷനിൽ എത്തിയത്. എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന പീറ്ററിന്റെ ഓട്ടോറിക്ഷ പൂർണ്ണമായും കാട്ടാന അടിച്ച് തകർക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന വാഴയടക്കമുള്ള கൃഷിவிளகளும் വ്യാപകമായി നശിപ്പിച്ചു. நிறைய பேர் ஆட்டோ வந்து நைட்டு இங்கே ஒதுக்கி போடுது. எப்பயும் இங்கே தான் ஒதுக்கி போடுவாங்க. அப்போ ஒதுக்கி போடும்போது நைட்டு முதல் நாள் நைட்டு இதில் வந்துட்டு தின்னுட்டு போயிடுச்சு. நேற்று நைட்டு வந்தது ஒரு 1:15 மணி இருக்கும். வந்ததே சென்று ஒரு தட்டு தூக்கி டம்முன்னு ஒரு அடி. அந்த சவுண்டுக்கு அடுத்து தான் வீட்டில் இருந்தவங்க எல்லாம் எழுந்திரிச்சு வந்து பார்த்தோம். பார்க்கும்போது இந்த ரூட்டில் பாகையில் மேலாம் ஓடிடுச்சு. திருப்பி கொஞ்சம் நேரம் அமைதியாக இருந்தவொடனே வந்து இதே வழி இப்படியே 3:30 போட்டுருந்துச்சு. அப்போ அந்த நடந்தது வந்து நைட்டு ஒரு 1:15 மணி இருக்கும். அதுக்கப்புறம் தான் நாங்கள் பார்த்தோம். நாங்கள் ஒரு ஆள் தான், எங்கள் வீட்டுக்கார் மட்டும் தான் ஒரு வேலை. நாங்கள் வீட்டில் தான் இருக்கேன். பிள்ளைங்க 2 பொம்பளை பிள்ளைங்க. இந்த வண்டி வச்சு தான் எங்களுக்கு போகலாம். எங்களுக்கு ஏதாவது பார்சல் பண்ணுறது ஏதாவது
മാസങ്ങൾക്ക് മുമ്പ് ഇതേ എസ്റ്റേറ്റിലെ ഫാക്ടറി ഡിവിഷന് സമീപത്തെ വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളും മോട്ടോർ ബൈക്കുകളും കാട്ടാന തകർത്തിരുന്നു. അടിക്കടി ഉണ്ടാകുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുന്നതിന് വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ചിത്തിരപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ സമീപത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടം സുരക്ഷിതമല്ലെന്നും ഭൂമിക്ക് ഉറപ്പില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തിയതോടെയാണ് ആശുപത്രി നിർമ്മാണത്തിന് തടസ്സമാവുന്നത്. 13 ഏക്കർ സ്ഥലമാണ് ആശുപത്രിക്കുള്ളത്. ഇതിൽ സാമൂഹികാരോഗ്യ കേന്ദ്രം, പൊതു ആരോഗ്യ വിഭാഗം, OP, IP, കുടുംബാസൂത്രണം തുടങ്ങിയ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. ഇതിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുവാൻ സർക്കാർ 5.5 കോടി രൂപ അനുവദിച്ചത്. 300 കിടക്കകളോടുകൂടിയതും എല്ലാ വിഭാഗം ഡോക്ടർമാരുടെയും സേവനം ഇവിടെ ലഭ്യമാക്കാനുമായിരുന്നു പദ്ധതിയിട്ടത്. ഇതിനുള്ള കെട്ടിട നിർമ്മാണത്തിനായി ചെന്നൈയിലുള്ള കമ്പനി മണ്ണ് പരിശോധന നടത്തി കെട്ടിടത്തിന് പ്ലാനും എസ്റ്റിമേറ്റും പൂർത്തിയാക്കുന്നതിനിടയിലാണ് പ്രതിസന്ധി രൂപപ്പെട്ടത്. കെട്ടിടം പണിയുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത്രയും തുക മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടം സുരക്ഷിതമല്ലെന്നും ഭൂമിക്ക് ഉറപ്പില്ലെന്നുമാണ് പരിശോധനയ്ക്കെത്തിയവർ കണ്ടെത്തിയത്. എന്നാൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ നിലവിലുള്ള ആശുപത്രി കെട്ടിടത്തിൽ 150 മീറ്റർ താഴെയുള്ള ചതുപ്പ് നിലത്തിൽ നിന്നുള്ള മണ്ണ് പരിശോധനയ്ക്ക് എടുത്തതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 7 പതിറ്റാണ്ട് മുമ്പാണ് ചിത്തിരപുരം സർക്കാർ ആശുപത്രി തുടങ്ങിയത്. സ്ഥല സൗകര്യവും കാലപ്പഴക്കവും നോക്കിയാൽ ജില്ലയിലെ ആദ്യത്തെ ആശുപത്രിയാണിത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അമ്മയും കുഞ്ഞും എന്ന പേരിൽ ജില്ലാ ആശുപത്രി ഇവിടെ ആദ്യം അനുവദിച്ചു. പിന്നീട് അത് അടിമാലിയിലേക്ക് മാറ്റി. അതിനുശേഷമാണ് 2018 പുതിയ ആശുപത്രിക്ക് 5.5 കോടി രൂപ അനുവദിച്ചത്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട, ദേവികുളം, മൂന്നാർ, വെള്ളത്തുവൽ, കൊന്നത്തടി, അടിമാലി, പള്ളിവാസൽ, ഇടമലക്കടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രധാന ഓഫീസുകൾ ഇവിടെയാണ്. ഇവിടെ പുതിയ ആശുപത്രി വന്നാൽ ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ തോട്ടം തൊഴിലാളികൾ, കർഷകർ, കർഷക തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ പ്രയോജനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, അടിമാലി. സ്ഥിരം മൃഗ ഡോക്ടർ ഇല്ലാത്തതിനാൽ സേനാപതി പഞ്ചായത്തിലെ മൃഗാശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലായി. 100 കണക്കിന് വരുന്ന ക്ഷീരകർഷകരുള്ള പഞ്ചായത്തിൽ മൃഗാശുപത്രിയിൽ സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. സേനാപതി ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാത്തൂട്ടിയിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയിൽ ഡോക്ടറുടെ സേവനം നിലച്ചതിനാൽ ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ളവർ വലയുന്നു. ഇവിടെ സ്ഥിരമായി ഡോക്ടർ ഇല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. പുതിയ ഡോക്ടറെ ഇതുവരെ നിയമിച്ചിട്ടുമില്ല. ശാന്തമ്പാറ മൃഗാശുപത്രിയിൽ നിന്നെത്തുന്ന ഡോക്ടറുടെ സേവനം ചിലപ്പോൾ മാത്രമാണ് ലഭിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. 100 കണക്കിന് ക്ഷീരകർഷകരുള്ള പഞ്ചായത്തിൽ മൃഗഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ കന്നുകാലി പരിപാലനവും പ്രതിസന്ധിയിലാണ്. സേനാപതി പഞ്ചായത്തിലെ മൃഗാശുപത്രിയിൽ ഡോക്ടർ സേവനം ഇല്ലാതായിട്ട് 2-3 മാസമായി. അതുമൂലം ക്ഷീരകർഷകരായ ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. പശുക്കൾക്ക്, കിടാരികൾക്ക് അസുഖങ്ങൾ ആയിക്കഴിഞ്ഞാൽ അന്യ സ്വകാര്യ ഡോക്ടർമാരെ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത്. ഡോക്ടറില്ലാത്തതിനാൽ വളർത്തുമൃഗങ്ങൾക്ക് യഥാസമയം ചികിത്സ നൽകുവാനും കഴിയുന്നില്ല. നിരവധി തവണ കർഷകർ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. മൃഗാശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. വിശ്വകർമ്മ സമുദായ സംഘടനകളുടെ കൂട്ടായ്മയായ വിശ്വകർമ്മ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 25-ന് കേരളത്തിലെ എല്ലാ കളക്ടറേറ്റ്, താലൂക്ക് കേന്ദ്രങ്ങളിലും ധർണ സംഘടിപ്പിക്കും. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മുന്നാക്ക സംവരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ. ഇടുക്കിയിലെ 5 കേന്ദ്രങ്ങളിൽ ഐക്യവേദി ധർണ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്ത് നിലവിലുള്ള സംവരണ തത്വങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മെറിറ്റിൽ നിന്നും എടുത്ത 10% സംവരണം മുന്നോക്ക സമുദായങ്ങൾക്ക് നൽകുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അർഹതയില്ലാത്തവർക്ക് ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയാണ്. വിശ്വകർമ്മ സമുദായത്തിന് 3% സംവരണമാണ് PSC നിയമനങ്ങളിൽ നിലവിലുള്ളത്. ഇത് 50 ലക്ഷത്തിൽ പരം ജനസംഖ്യയുള്ള ഈ സമുദായത്തിന് അപര്യാപ്തമാണ്. മെറിറ്റിനെ ആശ്രയിച്ച് മാത്രമാണ് വിശ്വകർമ്മജർ അടക്കമുള്ള പിന്നോക്ക OBC ജനങ്ങൾ സർക്കാർ സർവീസിലെത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുന്നോക്ക സംവരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണയുടെ ഭാഗമായി ഇടുക്കിയിലെ 5 കേന്ദ്രങ്ങളിലും 25-ന് ധർണ നടത്തും. നിലവിലുള്ള മെറിറ്റ് ആയിട്ടുള്ള 50%-ൽ നിന്നും 10% മാറി കഴിഞ്ഞാൽ ബാക്കി 40% ഉള്ളൂ.
ഈ 40% നിന്നും ഈ മുന്നോക്ക സമുദായത്തിനും വരും, മറ്റുള്ള എല്ലാവർക്കും വരും. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മെറിറ്റിൽ നിന്ന് കിട്ടേണ്ട അർഹമായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സംവരണ തത്വത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടിന് വിരുദ്ധമാണ് ഈ സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ മുന്നോക്ക സംവരണം എന്നുള്ളതാണ്. മുന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം കൊടുക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥയില്ല, സാമ്പത്തിക സംവരണമില്ല. ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ സമുദ്ധരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സംവരണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത്. അത് അട്ടിമറിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത് ആശാസ്യമായ കാര്യമല്ല. കേരള ഗവൺമെൻറ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും തൊടുപുഴ, ഉടുമ്പൻചോല, പീരുമേട് താലൂക്ക് ഓഫീസുകൾക്ക് മുൻപിലും കട്ടപ്പന മിനി സിവിൽ സ്റ്റേഷൻ, അടിമാലി ട്രഷറി എന്നിവയ്ക്ക് മുൻപിലുമാണ് ധർണ നടത്തുക. വിശ്വകർമ്മ ഐക്യവേദിയുടെ വിവിധ ഭാരവാഹികൾ ധർണയ്ക്ക് നേതൃത്വം നൽകും. AKVMS ബോർഡ് മെമ്പർ സതീഷ് പാഴുപ്പള്ളി, KVS സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സതീഷ് പുല്ലാട്ട്, ഐക്യവേദി ചെയർമാൻ KK സത്യദേവൻ, ER രവീന്ദ്രൻ, KC അനിൽകുമാർ, PG രഘുനാഥൻ, AC പ്രകാശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരമധ്യത്തിലെ കൈത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നതുമായി പരാതി. എടശ്ശേരി ജംഗ്ഷനോട് ചേർന്ന് ഒഴുകുന്ന തോട്ടിലേക്കാണ് കക്കൂസ് മാലിന്യമടക്കം മലിനജലം ഒഴുക്കി വിടുന്നത്. നഗരമധ്യത്തിലെ ഒരു ജലസ്രോതസ്സിന്റെ അവസ്ഥയാണിത്. കക്കൂസ് മാലിന്യമടക്കം കലർന്ന വെള്ളം കൈത്തോട്ടിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഇടശ്ശേരി ജംഗ്ഷനോട് ചേർന്നുള്ള തോട്ടിലേക്കാണ് ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിടുന്നത്. തോടിനോട് ചേർന്നുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുപോലും മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നതായും ആക്ഷേപമുണ്ട്. നഗരത്തിൽ നിന്നും മലിനമാകുന്ന കൈത്തോട് ഒഴുകിയെത്തുന്നത് കട്ടപ്പനയാറിലേക്കും. കട്ടപ്പനയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ളവർ കുടിവെള്ളത്തിനു പോലും ഉപയോഗിക്കുന്നതും ഈ വെള്ളം തന്നെയാണ്. നിലവിൽ പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നു. അനേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള ആളുകൾ, പരിസരവാസികൾ ഈ വെള്ളം ഉപയോഗിക്കാറുണ്ട്. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ പല മാലിന്യങ്ങളും ഈ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നുണ്ട്. ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് ഇതിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇതുവഴി മാറാ രോഗങ്ങൾ വരെ നമുക്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ മാലിന്യപ്പെടുത്തുന്ന ആൾക്കാരെ ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തന്നെ ഇത്തരത്തിൽ മലിനീകരണ പ്രവർത്തനം നടക്കുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇക്കൂട്ടർ. വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. വിവാഹ സ്ഥലത്തേക്കുള്ള വധുവിൻ്റെയും കുടുംബങ്ങളുടെയും യാത്ര വേറിട്ടതായി. വണ്ടൻമേട് ആമയാർ ആക്കാട്ടുമയിൽ ബേബിച്ചൻ്റെ മകളുടെ വിവാഹത്തിനാണ് വയനാട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ യാത്ര തിരിച്ചത്. നാടടക്കം ക്ഷണിച്ച് ആഘോഷമായി നടത്തേണ്ടിയിരുന്ന മകളുടെ വിവാഹം കോവിഡ് മൂലമാണ് ചുരുക്കേണ്ടി വന്നത്. എന്നാൽ ബേബിച്ചൻ്റെയും കുടുംബത്തിൻ്റെയും വിവാഹ സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് സാക്ഷിയാകാൻ നാട്ടുകാർക്ക് കഴിഞ്ഞു. ആമയാർ MES സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയ ശബ്ദം കേട്ടാണ് പ്രദേശവാസികളിൽ പലരും വിവരമറിയുന്നത്. കോവിഡ് കാലത്തെ മണിക്കൂറുകൾ നീണ്ട റോഡ് യാത്ര ഒഴിവാക്കാനാണ് ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തതെന്ന് ബേബിച്ചൻ പറഞ്ഞു. കൊറോണ വന്നാലും നമുക്ക് അല്ലാതൊരു മാർക്കില്ലാത്ത അവസ്ഥയായിപ്പോയി നിലയിൽ. കാരണം 14 മണിക്കൂർ അങ്ങോട്ട് യാത്ര ചെയ്യണം, 14 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്യണം. അപ്പോൾ പിന്നെ ഈ ഒരു മാർഗം അങ്ങനെ കണ്ടെത്തതാണ്. ഇത് നേരത്തെ കല്യാണം ഉറപ്പിച്ചായിരുന്നു, കഴിഞ്ഞ മെയ് മാസം നടക്കണ്ടായിരുന്നു. പക്ഷേ കൊറോണ കാരണം നമുക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. പക്ഷെ ഇങ്ങനെ ഇതാവും എന്നുള്ളത് പ്രതീക്ഷയില്ല. ഇളയ മകൾ മരിയ ലൂക്കായുടെ വിവാഹം വയനാട് പുൽപ്പള്ളിയിലുള്ള വരൻ വൈശാഖിന്റെ ഇടവകപ്പള്ളിയിലാണ്. വണ്ടൻമേട്ടിൽ നിന്ന് 1.25 മണിക്കൂർ കൊണ്ട് വയനാട്ടിലെ വിവാഹ സ്ഥലത്ത് എത്താം. ചിലവ് അല്പം കൂടിയാലും ചുരുങ്ങിയ സമയം കൊണ്ട് യാത്ര പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ കാരണം. ഹെലികോപ്റ്റർ യാത്രയ്ക്ക് സാക്ഷികളാകാൻ പ്രായഭേദമന്യേ നിരവധി പ്രദേശവാസികളും സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. മുൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഷേർലി ജോസഫ് കോൺഗ്രസ് ഭാരവാഹിത്വം രാജിവെച്ചു. കോൺഗ്രസിൽ പുരുഷാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന് ഷേർലി ജോസഫ്. മഹിളാ കോൺഗ്രസിന് പ്രാതിനിധ്യം നൽകുവാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നും വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നണികൾ. കൊടുംചൂടിലും ആത്മവിശ്വാസം കെടാതെ സ്ഥാനാർത്ഥികൾ. ജില്ലയിലെ പല കേന്ദ്രങ്ങളിലും ഇക്കുറി പോരാട്ടം കടുക്കും. ജില്ലയ്ക്ക് ഇന്നലെ ആശ്വാസ ദിനം. ഇന്നലെ 49 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു.
30 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 17 പേരുടെ രോഗ ഉറവിടം വ്യക്തമില്ല. 2 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 137 പേർക്ക് രോഗവിമുക്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. മൂന്നാർ മേഖലയിൽ വീണ്ടും കാട്ടാനാക്രമണം. പെരിയവര ചോലമല എസ്റ്റേറ്റിൽ ഓട്ടോറിക്ഷ കാട്ടാന അടിച്ചു തകർത്തു. കാർഷിക വിളകൾക്കും വ്യാപക നാശം. തോട്ടം തൊഴിൽ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചിട്ടും വനം വകുപ്പ് യാതൊരു പരിഹാര നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. പാരിസ്ഥിതിക പ്രശ്നം. ചിത്തിരപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണം നിലച്ചു. ആശുപത്രി കെട്ടിടം നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിച്ചില്ല. ഭൂമിക്ക് ഉറപ്പില്ലാത്തതിനാൽ കെട്ടിട നിർമ്മാണം സുരക്ഷിതമല്ലെന്ന് പരിശോധനാ റിപ്പോർട്ട്. സേനാപതിയിൽ സർക്കാർ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.